ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അതെ, പൂക്കി എന്ന വേർഡിന്റെ മീനിങ് ആണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പറയാൻ പോകുന്നത്. പലപ്പോഴും ഇപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ്. പൊതുവെ ജെൻസി വേർഡ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു വേർഡാണ് ഈ ഒരു പൂക്കി എന്നുള്ളത്. പൊതുവെ നമ്മൾ അതിന്റെ മീനിങ് വെക്കാറുള്ളത് ക്യൂട്ട് എന്നാണ്. ഏതായാലും ഏതൊക്കെ പോയിന്റ് ഓഫ് വ്യൂലാണ് നമുക്ക് ഇതിന്റെ മീനിങ് ഉള്ളത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇത് മീനിങ്, അത് ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് ഇതിന്റെ മീനിങ് വെക്കാറുള്ളത്, എന്തൊക്കെയാണ് ആ സംഭവ സിറ്റുവേഷനിലൊക്കെ മീനിങ് വരാറുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രൂപത്തിൽ അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മൂന്ന് രൂപത്തിൽ പറയാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് എ ടേം ഓഫ് എൻഡിയർമെന്റ്, ഒക്കെ നമുക്കൊരു സ്നേഹം കൊണ്ട് വിളിക്കാറില്ലേ, അങ്ങനെ ആ ഒരു രീതിയിൽ അത് പറയാറുണ്ട്. അതുപോലെ തന്നെ ആസ് എ സ്ലാങ് ടേം, സ്ലാങ് രൂപത്തിൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കേണ്ടതുണ്ട്. പോപ്പ് കൾച്ചറിൽ, ഓക്കെ, ആ ഒരു പോപ്പ് കൾച്ചറിന്റെ റെഫറൻസിനാണ് ഇതിന്റെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു, എന്തായിരുന്നു നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു എൻഡിയർമെന്റ്, നമുക്കൊരു സ്നേഹം കൊണ്ട്, ഒരു പ്രിയം കൊണ്ട് നമുക്ക് പറയുന്ന സംഭവമാണ് പറയാൻ പോകുന്നത്. യൂസ്ഡ് അഫെക്ഷനലി ടു റെഫർ സംവൺ ക്ലോസ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളോട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളെ എന്താക്കാൻ വേണ്ടിയിട്ട് വളരെ അഫെക്ഷനോട് കൂടിയിട്ട് പ്രിയേ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് റൊമാൻറ്റിക് പാർട്ട്ണർ, ഓക്കെ, കപ്പിൾസ് ആയിരിക്കുന്ന സമയത്ത് അവർ യൂസ് ചെയ്യും. ചൈൽഡ്, കുട്ടിയോട്, ചെറിയ കുട്ടികളോട് ഭയങ്കര ഫീലിങ്ങോട് കൂടിയിട്ട് മോളെ, മോനെ എന്നൊക്കെ പറയില്ലേ, ആ സംഭവം യൂസ് ചെയ്യും. അതുപോലെ തന്നെ ക്ലോസ് ഫ്രണ്ടിന് വേണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ എക്സാമ്പിൾ നോക്കിയോ, ഗുഡ് നൈറ്റ് പൂക്കി, സ്വീറ്റ് ഡ്രീംസ്, എക്സാമ്പിൾ. അപ്പൊ ഈ ഒരു എക്സാമ്പിളോട് കൂടിയിട്ട് ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഒരു എൻഡിയർമെന്റിന് വേണ്ടിയിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ലാങ് രൂപത്തിൽ എവിടെയാണെന്നാണ്. ആസ് എ സ്ലാങ് ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ സം കോണ്ടെക്സ്റ്റ് ഇറ്റ്സ് യൂസ്ഡ് ഹ്യൂമറസ്ലി, വളരെ കോമഡി ആയിട്ട്, അല്ലെങ്കിൽ ഒരാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓർ ടീസിംഗ്ലി, ഒരാളെ കളിയാക്കാൻ വേണ്ടി തന്നെ. ടു റെഫർ സംവൺ ഇൻ എ പ്ലേഫുൾ വേ, അയാൾക്ക് തീരെ സീരിയസ്നെസ് ഇല്ല, അയാള് ഫുള്ള് കളിയും തമാശയായിട്ട് നടക്കുകയാണ്. ആ ഒരു സംഭവത്തെ കളിയാക്കിക്കൊണ്ട് എന്താക്കാറുണ്ട്, അത്ര മെച്യൂരിറ്റി ഇല്ലാത്തൊരു സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് തീരെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരെ കളിയാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ, ഡോണ്ട് ബി സച്ച് എ പൂക്കി അബൌട്ട് ഇറ്റ്, അതിനെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം, നീ അങ്ങനെ സില്ലി ആക്കി എടുക്കരുത്. സില്ലി എന്നുള്ള ഒരു വേർഡായിട്ട് നമ്മൾ എന്താ ഈ ഒരു പൂക്കി എന്നുള്ള വേർഡ് നമ്മൾ ഈ ഒരു ടേമിൽ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇനി ലാസ്റ്റ് ടേം, ഇതിന്റെ ആ ഒരു ഒറിജിൻ എന്ന് വേണമെങ്കിൽ പറയാം, പോപ്പ് കൾച്ചർ ആണ്. ഓക്കെ, പോപ്പ് കൾച്ചർ, ദ നെയിം ഓഫ് പൂക്കി ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ മൂവീസ്. പണ്ടത്തെ മൂവീസിലും ടി വി ഷോയിലും ഒക്കെ അവിടുത്തെ ക്യാരക്ടേഴ്സിനുള്ള നിക്നെയിം ആയിട്ട് എന്താക്കിയിട്ടുണ്ട്, പൂക്കി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, മീനിങ്ങിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇനി എക്സാക്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹണി, ഡാർലിംഗ്, ക്യൂട്ടി, ഈ ഒരു വേർഡിനൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, പകരം വെക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് പൂക്കി എന്നുള്ള ഈ ഒരു ന്യൂജൻ വേർഡ്. ഏതായാലും നിങ്ങൾ എന്താക്കാം, ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു പൂക്കിക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത്. വടവർ ഇതുപോലത്തെ കിടിലം വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അപ്പൊ അതുപോലത്തെ മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ, താങ്ക് യു.